AS7 construction contracts. So construction contracts എന്ന് പറയുമ്പോൾ ഇവിടെ കോൺട്രാക്ട് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് ആൻ അസറ്റ്. അസറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ബിൽഡിംഗ്, ബ്രിഡ്ജ്, ഷിപ്പ്, റോഡ്, ഡാംസ് അങ്ങനെ എല്ലാം തന്നെ വരും. AS7 ഡീൽസ് വിത്ത് റവന്യൂ റെക്കഗ്നിഷൻ ഓഫ് കൺസ്ട്രക്ഷൻ കോൺട്രാക്ട്സ് ഇൻ ദ ബുക്സ് ഓഫ് കോൺട്രാക്ടർ. സോ കോൺട്രാക്ടറിൻ്റെ ബുക്സിൽ റവന്യൂ റെക്കഗ്നിഷൻ ആണ് AS7 പറയുന്നത്. ഓക്കെ, സോ രണ്ട് ടൈപ്സ് ഓഫ് കോൺട്രാക്റ്റ് ഉണ്ട്. ഫിക്സ്ഡ് പ്രൈസ് കോൺട്രാക്റ്റും കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റും. ഫിക്സ്ഡ് പ്രൈസ് കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റ് എമൗണ്ട് ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ബിഫോർ ദ സ്റ്റാർട്ടിംഗ് ഓഫ് ദ കോൺട്രാക്റ്റ് തന്നെ കോൺട്രാക്ട് പ്രൈസ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റ് ആണെങ്കിൽ കോസ്റ്റ് ഇൻകർ ചെയ്ത കോസ്റ്റ് എലോങ് വിത്ത് അതിനൊരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് അഡീഷനും കൂടിയും. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കോസ്റ്റ് 15 lakhs ആണെന്ന് വിചാരിക്കുക. സോ 15 lakhs പ്ലസ് 5% ഓഫ് 15 lakhs അല്ലെങ്കിൽ 15 lakhs പ്ലസ് എത്രയെങ്കിലും എമൗണ്ട്, അങ്ങനെയും പറയും കോസ്റ്റ് പ്ലസ് കോൺട്രാക്റ്റിൻ്റെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് മെത്തേഡ്സ് യൂസ്ഡ് ടു റെക്കഗ്നൈസ് റവന്യൂ. സോ റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ യൂസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡാണ്. സോ പെർസെൻറ്റേജ് ഓഫ് കംപ്ലീഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ റവന്യൂ എന്ന് പറയുന്നത് കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ്. സോ കോൺട്രാക്ട് റവന്യൂ എന്ന് പറയുന്നത് കോൺട്രാക്ട് പ്രൈസ് എന്നുണ്ടാവും, അത് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ്. ദെൻ ഈ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് ഇൻകേർഡ് ടിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് പ്ലസ് ഫർദർ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. ഡിനോമിനേറ്ററിൽ വരുന്നത് എന്താണ്? ടോട്ടൽ കോസ്റ്റ്. അതായത് ആ ഡേറ്റ് വരെ ഇൻകർ ചെയ്ത കോസ്റ്റ് എലോങ് വിത്ത് ഫർദർ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. സോ ടോട്ടൽ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോസ്റ്റ് ചെയ്യുമ്പോൾ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് കിട്ടും. അത് കോൺട്രാക്ട് പ്രൈസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കോൺട്രാക്ട് റവന്യൂ കിട്ടും. ഈ ഫോർമുലാസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആവശ്യം വരും. ദെൻ ലോസ് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. എമൗണ്ട് ഓഫ് ഫോർസിയബിൾ ലോസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റിൽ നിന്നും കോൺട്രാക്ട് പ്രൈസ് മൈനസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇവിടെ ടോട്ടൽ കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സെയിം തിങ് ഹിയർ, കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് പ്ലസ് ഫർദർ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ. സോ ഫോർസിയബിൾ ലോസ് എന്ന് പറയുമ്പോൾ ടോട്ടൽ കോസ്റ്റ് ഓഫ് കൺസ്ട്രക്ഷൻ മൈനസ് കോൺട്രാക്ട് പ്രൈസ്. ദെൻ ഈ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ബാലൻസ് ഷീറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ കോസ്റ്റ് അല്ലെങ്കിൽ എമൗണ്ട് ഇൻകേർഡ് ടിൽ ബാലൻസ് ഷീറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ് ആണ്. വർക്ക് സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും നാളുകൊണ്ട് അത്രയും കോൺട്രാക്റ്റ് കംപ്ലീറ്റ് ചെയ്തു, അതിൻ്റെ ഒരു ഫിക്സ്ഡ് പെർസെൻറ്റേജ് കോൺട്രാക്ടറിൻ്റെ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ സർവേയർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവും. അതിനെയാണ് വർക്ക് സർട്ടിഫൈഡ് എന്ന് പറയുന്നത്. വർക്ക് അൺസർട്ടിഫൈഡ് ആണെങ്കിൽ കോൺട്രാക്ടർ ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ സർവേയർ സർട്ടിഫൈ ചെയ്തിട്ടുണ്ടാവില്ല. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് വിച്ച് ഈസ് സർട്ടിഫൈഡ് ബൈ ദ കോൺട്രാക്ടേഴ്സ് ആർക്കിടെക്റ്റ്, ഇത് സർട്ടിഫൈ ചെയ്യാത്തത്. സോ എമൗണ്ട് ഇൻകേർഡ് ടിൽ ഡേറ്റ് എന്ന് പറയുമ്പോൾ വർക്ക് സർട്ടിഫൈഡ് പ്ലസ് വർക്ക് അൺസർട്ടിഫൈഡ്. ദെൻ നെക്സ്റ്റ് എമൗണ്ട് ഡ്യൂ ഫ്രം ഓർ ടു കസ്റ്റമേഴ്സ്, അത് കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് പ്ലസ് ഓർ മൈനസ് റെക്കഗ്നൈസ്ഡ് പ്രോഫിറ്റ് ഓർ ലോസ് മൈനസ് പ്രോഗ്രസ് ബില്ലിംഗ്. പ്രോഗ്രസ് ബില്ലിംഗ് എന്ന് പറയുമ്പോൾ എമൗണ്ട് റിസീവ്ഡ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് AS7 ഡിസ്ക്ലോഷർ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ നമ്മൾ AS7 പ്രകാരം എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണം? 6 ഐറ്റം ഡിസ്ക്ലോസ് ചെയ്യണം. കോൺട്രാക്ട് റവന്യൂ, കോൺട്രാക്ട് എക്സ്പെൻസ്. കോൺട്രാക്ട് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് ആണ്, ഫർദർ കോസ്റ്റ് ആഡ് ചെയ്യരുത്. കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് ആണ് കോൺട്രാക്ട് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ദെൻ തേർഡ് റെക്കഗ്നൈസ്ഡ് പ്രോഫിറ്റ് ലെസ് റെക്കഗ്നൈസ്ഡ് ലോസ്. ദെൻ ഫോർത്ത് പ്രോഗ്രസ് ബില്ലിങ്സ്. ദെൻ ഫിഫ്ത്ത് റിറ്റൻഷൻസ്. റിറ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കോൺട്രാക്റ്റിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഡാമേജ് എന്തെങ്കിലും സംഭവിച്ചു, സോ കോൺട്രാക്റ്റ് ഈ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് റീറ്റെയിൻ ചെയ്യും, കോൺട്രാക്ടറിന് കൊടുക്കാതെ റീറ്റെയിൻ ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ടൊരു ഫിക്സ്ഡ് പീരീഡ് വരെ കോൺട്രാക്റ്റ് റീറ്റെയിൻ ചെയ്യും. ദെൻ ഗ്രോസ് എമൗണ്ട് ഡ്യൂ ഫ്രം ഓർ ടു കസ്റ്റമേഴ്സ്, അതിൻ്റെ കാൽക്കുലേഷൻസിൻ്റെ ഫോർമുലാസ് എല്ലാം ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ദെൻ നെക്സ്റ്റ് അൺസർട്ടിനിറ്റി ഇൻ കളക്ഷൻ ഓഫ് എമൗണ്ട്. രണ്ട് ടൈപ്പിൽ വരും. ഒന്ന് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ അൺസർട്ടിനിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ we should postpone the revenue to the extent of uncertainty involved and recognized only when there is no uncertainty in ultimate collection. So റവന്യൂ റെക്കഗ്നൈസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും അൺസർട്ടിനിറ്റി ഉണ്ടെങ്കിൽ ആ അത്രയും അൺസർട്ടിനിറ്റിയുടെ എമൗണ്ട് വരെ പോസ്റ്റ്പോൺ ചെയ്യണം. റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അൺസർട്ടിനിറ്റി ഇല്ലാതായി അൾട്ടിമേറ്റ് കളക്ഷൻ
അഷ്വേർഡ് ആണെങ്കിൽ മാത്രമേ എന്ത് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യാൻ പാടുള്ളൂ. ദെൻ സബ്സീക്വൻറ്റ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതിന് ശേഷമാണ് അൺസർട്ടിനിറ്റി ഉണ്ടാകുന്നതെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ റെക്കഗ്നൈസ് ചെയ്ത റവന്യൂ റിവേഴ്സ് ചെയ്യാൻ പാടില്ല. സോ അത് 2 പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിൾ 1 നോക്കാം. എക്സ് ലിമിറ്റഡ് കമൻസ്ഡ് എ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഓൺ 1st April 2013. സോ 1st April 2013 ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്തു. ദ ഫിക്സ്ഡ് കോൺട്രാക്ട് പ്രൈസ് എഗ്രീഡ് വാസ് 2 lakhs. സോ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 2 lakhs. The company incurred 81,000 in 2013-14 for 45% work. So 2013-14 45% work complete ചെയ്തതിന് 81,000 കോസ്റ്റ് കമ്പനി ഇൻകർ ചെയ്തു. ആൻഡ് റിസീവ്ഡ് 79,000 ആസ് പ്രോഗ്രസ് പേയ്മെൻറ്റ് ഫ്രം കസ്റ്റമർ. സോ ആ 45%-ന് 79,000 കമ്പനി റിസീവ് ചെയ്തു. The cost incurred in 2014-15 was 89,000 to complete the rest of the work. So rest of the work, അതായത് ഓൾറെഡി 45% കംപ്ലീറ്റ് ചെയ്തു. സോ ബാലൻസ് 55% വർക്കിന് വന്നത് കോസ്റ്റ് 89,000 ആണ്. എത്ര റെക്കഗ്നൈസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും കസ്റ്റമർ അക്കൗണ്ടും കാണിക്കാനാണ്. സോ ആദ്യം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് വരുന്നത്? നേരത്തെ ഓൾറെഡി നമ്മൾ ഫോർമുലയിൽ ഡിസ്കസ് ചെയ്തു. പ്രോഫിറ്റ് എമൗണ്ട് ഓഫ് ഫോർസിയബിൾ ലോസ് എന്നും പറഞ്ഞു കോൺട്രാക്ട് കോസ്റ്റിൽ നിന്നും കോൺട്രാക്ട് റവന്യൂ മൈനസ് ചെയ്യാം. കോൺട്രാക്ട് കോസ്റ്റിൽ നിന്നും കോൺട്രാക്ട് പ്രൈസ് മൈനസ് ചെയ്യാം. സോ അപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ പ്രോഫിറ്റും നെഗറ്റീവ് ആണെങ്കിൽ ലോസും വരും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യാം. എക്സ്പെൻസ് ആണ് കോൺട്രാക്ട് കോസ്റ്റ്. സോ അത് ആദ്യം തന്നെ ഡെബിറ്റ് ചെയ്യുക. 81,000 ടു കൺസ്ട്രക്ഷൻ കോസ്റ്റ് എന്നും പറഞ്ഞ് ഡെബിറ്റ് ചെയ്യുക. 81,000 എക്സ്പെൻസിന് ഡെബിറ്റ് ബാലൻസ് ആണ്. ഓക്കെ, സോ കോൺട്രാക്ട് പ്രൈസ് എത്ര? ഈ റവന്യൂ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എടുക്കരുത്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കോൺട്രാക്ട് പ്രൈസും കോൺട്രാക്ട് കോസ്റ്റും ആണ് എടുക്കേണ്ടത്. ഈ റവന്യൂ റെക്കഗ്നൈസ് ചെയ്തതും കസ്റ്റമറിൻ്റെ അക്കൗണ്ടിലാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ആദ്യം തന്നെ നമ്മൾ കോൺട്രാക്ട് കോസ്റ്റ് കൊടുത്തു. അതിനുശേഷം കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ 45% വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. സോ കോൺട്രാക്ട് പ്രൈസ് 2 lakh. 2 lakhൻ്റെ 45% എടുക്കണം. സോ 90,000 വരും. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 9,000 വരും. നെറ്റ് പ്രോഫിറ്റ് വരും. ഓക്കെ, ദെൻ 2014-15 എത്ര കോസ്റ്റായി? 89,000. സോ ടു കൺസ്ട്രക്ഷൻ കോസ്റ്റ് 89,000. 55% വർക്കിന് കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 2 lakh ഇൻറ്റു 55%, 1,10,000. അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസിങ് ഫിഗർ ടു നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം 21,000. ദെൻ നെക്സ്റ്റ് കസ്റ്റമർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. കസ്റ്റമർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ റിസീവ് ചെയ്ത എമൗണ്ട് ആദ്യം തന്നെ കോൺട്രാക്ട് പ്രൈസ് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കാം. ടു കോൺട്രാക്ട് പ്രൈസ് എന്ന് കൊടുക്കാം. അതിനുശേഷം റിസീവ് ചെയ്ത എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. റവന്യൂ ബൈ ബാങ്ക് എന്നും പറഞ്ഞ് 79,000 കൊടുക്കണം. ബിക്കോസ് അത് നമുക്ക് കിട്ടിയ 79,000 നമുക്ക് കിട്ടിയ എമൗണ്ട് ആണ്. 81,000 കോസ്റ്റ് വരുന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് കിട്ടിയ എമൗണ്ട് ആണ് 79,000. സോ ബൈ ബാങ്ക് എന്നും പറഞ്ഞു 79,000 കാണിക്കാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. നെക്സ്റ്റ് ഇയറിലേക്ക് ബാലൻസ് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇവിടെ കോൺട്രാക്ട് പ്രൈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നെ എടുത്തെഴുതാം. സോ 1,10,000. ഈ കേസിൽ ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് എത്ര എമൗണ്ട് പേ ചെയ്തു എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. സോ ടോട്ടൽ എമൗണ്ട് നമ്മൾ റിസീവ് ചെയ്തതായിട്ട് കാണിക്കണം. എക്സാമ്പിൾ 2. എക്സ് ലിമിറ്റഡ് കമൻസ്ഡ് എ കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് ഓൺ 1st April 2013. സോ 1st April 2013 കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് കമൻസ് ചെയ്തു. The contract price agreed was reimbursable cost plus 20%. So reimbursable ആണ്. Cost plus 20% ആണ് കോൺട്രാക്ട് പ്രൈസ്. The company incurred 1 lakh rupees in 2013-14, of which 90,000 is reimbursable. So 2013-14 1 lakh കോസ്റ്റ് ഇൻകർ ചെയ്തു. അതിൽ 90,000 നമുക്ക് തിരിച്ചു കിട്ടും. The further non-reimbursable cost to be incurred to complete the contract are estimated at 5,000. So further cost വരുന്നത് 5,000 ആണ്. Non-reimbursable ആണ്. The other cost to complete the contract would not be estimated reliably. So ഇവിടെ ഞാൻ പറഞ്ഞു ലോസ് വരുന്നത് അൺസർട്ടനിറ്റി ഇൻവോൾവ് ആണെങ്കിൽ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. So in this case ഈ 5,000 non-reimbursable ആണ്. So we should create a provision for
ഫോർ ദാറ്റ് 5,000. സോ ജേണൽ എൻട്രി എങ്ങനെ വരും? നേരത്തെ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ കൺസ്ട്രക്ഷൻ വരുന്ന കോസ്റ്റ് 1 lakh ഡെബിറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇപ്പോൾ 90,000 തന്നെ കോൺട്രാക്ട് പ്രൈസ് ക്രെഡിറ്റ് ചെയ്യാം. ദെൻ ഈ 5,000 വേണ്ടി പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുക. പ്രൊവിഷൻ 5,000 വരും. ബാലൻസിങ് ഫിഗർ ക്രെഡിറ്റിലായതുകൊണ്ട് തന്നെ അത് നെറ്റ് ലോസ് ആണ്. എക്സാമ്പിൾ 3 നോക്കാം. ഷോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് എ കോൺട്രാക്ടർ ഇൻ റെസ്പെക്ട് ഓഫ് ദ ഫോളോയിങ് ഡേറ്റ. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്? കോൺട്രാക്ട് പ്രൈസ് തന്നിട്ടുണ്ട് 600. ദെൻ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് തന്നിട്ടുണ്ട് 390. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ടു കംപ്ലീറ്റ്, അതായത് ഫർദർ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ 260 തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം? കൺസ്ട്രക്ഷൻ വരുന്ന കോസ്റ്റ് വേണം. കോസ്റ്റ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് ആണ് P&L എടുക്കേണ്ടത്, 390 വേണം. ദെൻ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? കോൺട്രാക്ട് പ്രൈസ്, അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ട പ്രൈസ് എത്രയാണെന്ന് അറിയില്ല, ബിക്കോസ് നമുക്ക് പെർസെൻറ്റേജ് അറിയില്ല, എത്ര വർക്ക് കംപ്ലീറ്റഡ് എന്ന് അറിയില്ല. സോ 600-ന് എത്രയോ പെർസെൻ്റ് ആണ് എന്ത് കോൺട്രാക്ട് പ്രൈസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നമുക്ക് ചെയ്യാം. ആദ്യം തന്നെ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് കണ്ടുപിടിക്കണം. സോ പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് എങ്ങനെ കണ്ടുപിടിക്കും? കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് പ്ലസ് ഫർദർ കോസ്റ്റ് ഓഫ് കംപ്ലീഷൻ, അതായത് ടോട്ടൽ കോസ്റ്റ് വെച്ച് ഡിവൈഡ് ചെയ്യുക. സോ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് എത്രയാണ്? 390. സോ 390 ഡിവൈഡഡ് ബൈ 390 പ്ലസ് ഫർദർ കോസ്റ്റ് 260. സോ അങ്ങനെ ചെയ്യുമ്പോൾ 60% കിട്ടും. ഇനി റവന്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ട് പ്രൈസ് ഇൻറ്റു പെർസെൻറ്റേജ് ഓഫ് വർക്ക് പെർഫോംഡ് ആണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. സോ കോൺട്രാക്ട് പ്രൈസ് എത്രയാണ്? 600 ഇൻറ്റു 60%, 360 ആണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ടോട്ടൽ ഫോർസിയബിൾ ലോസ് കണ്ടുപിടിക്കുക. ലോസ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഫസ്റ്റ് കോൺസെപ്റ്റ് പറഞ്ഞപ്പോൾ ഫോർമുല പറഞ്ഞായിരുന്നു. കോൺട്രാക്ട് കോസ്റ്റിൽ നിന്നും കോൺട്രാക്ട് പ്രൈസ് റെഡ്യൂസ് ചെയ്യണം. ഇവിടെ കോൺട്രാക്ട് കോസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ കോൺട്രാക്ട് കോസ്റ്റ് ആണ്. സോ ടോട്ടൽ എത്ര വരും? 390 പ്ലസ് 260, 650 വരും ടോട്ടൽ കോൺട്രാക്ട് കോസ്റ്റ്. സോ 650 മൈനസ് കോൺട്രാക്ട് പ്രൈസ് 600 ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ടോട്ടൽ ഫോർസിയബിൾ ലോസ് 50 കിട്ടും. ഇനി കറണ്ട് ഇയറിലെ ലോസ് കാൽക്കുലേറ്റ് ചെയ്യണം. കറണ്ട് ഇയറിലെ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റിൽ നിന്നും അത്രയും കോൺട്രാക്ട് പ്രൈസിൻ്റെ റെഡ്യൂസ് ചെയ്യണം. അതായത് കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റിൽ നിന്നും ആ ഡേറ്റ് വരെയുള്ള റിയലൈസ് ചെയ്ത റവന്യൂ. സോ കോസ്റ്റ് ഇൻകേർഡ് ടിൽ ഡേറ്റ് ഈസ് 390 മൈനസ് റവന്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 360 മൈനസ് ചെയ്യുമ്പോൾ 30 കിട്ടും. 30 ആണ് കറണ്ട് ഇയറിലെ ലോസ് എന്ന് പറയുന്നത്. സോ ടോട്ടൽ ലോസ് എന്ന് പറയുന്നത് 50 ആണ്. കറണ്ട് ഇയറിലെ ലോസ് എന്ന് പറയുന്നത് 30 ആണ്. സോ 20 ലോസ് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം. അതായത് 20ക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് പെർസെൻറ്റേജ് ഓഫ് വർക്ക് കംപ്ലീറ്റഡ് ആദ്യം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് റവന്യൂ റെക്കഗ്നൈസ്ഡ് വേണം. ദെൻ ടോട്ടൽ ഫോർസിയബിൾ ലോസ് കണ്ടുപിടിക്കുക. കറണ്ട് ഇയറിലെ ലോസ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്ന ലോസ് ഇമ്മീഡിയറ്റ്ലി റെക്കഗ്നൈസ് ചെയ്യണം. ഓക്കെ, നൗ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ആദ്യം തന്നെ കൺസ്ട്രക്ഷൻ കോസ്റ്റ് എത്രയാണ്? 390 ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ദെൻ റവന്യൂ എന്ന് പറയുന്നത് 360. പ്രൊവിഷൻ എത്രയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? 20ക്ക് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. ബാലൻസിങ് ഫിഗർ നെറ്റ് ലോസ് കിട്ടും.